സക്സസ് സെലിബ്രേഷൻ്റെ ഭാഗമായിട്ടാണ് നമ്മുടെ പ്രിയ താരം മലയാളത്തിൻ്റെ മഹാനടി എത്തിക്കഴിഞ്ഞുള്ളത് ഞാൻ സഹോദരിയെ ജപ്പാൻ സെലിബ്രേഷൻ കഴിഞ്ഞിട്ട് ഇവോടെ കമ്പനിക്ക് നന്ദി പറയാം. കാരണം ഞങ്ങളെ തരുന്നതിന് മുന്നേ പോലെ ഇവോ ഒരു സെലിബ്രേഷൻ നടത്തുന്നുണ്ട്. അതേപോലെ ഇത് രണ്ടാമത്തേക്ക് വന്നപ്പോൾ ഏറ്റവും നല്ല ഒരു അവസരമാണ് കിട്ടിയത്. സന്തോഷം പങ്കുവയ്ക്കുന്നതിനാണ് വളരെയധികം സന്തോഷം. ജപ്പാൻ സ്റ്റോറിൽ നമ്മളിത് രണ്ടാമത്തെ പ്രാവശ്യമാണ് നമ്മുടെ ഇവോടെ ഒരു സക്സസ് സെലിബ്രേഷൻ ചെയ്യുന്നത്. ജപ്പാൻ സ്റ്റോറിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, തിരൂരുകാരുടെ അല്ലെങ്കിൽ മലപ്പുറംകാരുടെ സ്വന്തം മൊബൈൽ ഡിജിറ്റൽ ഹബ്ബാണ് ജപ്പാൻ സ്റ്റോർ. ഇന്ന് മലപ്പുറം മാത്രമല്ല, കേരളത്തിലെമ്പാടും ഒരു 15 ഷോറൂമായിട്ട് അവരുടെ വിജയഗാഥ തുടരുകയാണ്. ജപ്പാൻ സ്റ്റോറിന്റെ ഈ ഒരു വിജയഗാഥയിൽ ഞങ്ങളെയും ഒപ്പം ചേർത്ത് അവർ നമ്മുടെ കസ്റ്റമേഴ്സ് ആണ്, നമ്മുടെ സക്കാസക്കന്മാർ, നിങ്ങളുടെ ഹാർഡ് വർക്കും അല്ലേ. അപ്പൊ പറയാണ്ട് വയ്യ നിങ്ങൾ പറയുന്ന എനിക്കറിയാം. ഈ അന്നരാജ്യത്തിന് നമുക്ക് വിജയം കൊടുത്താലോ അല്ലേ? അന്നേക്ക് ഞാൻ മൈക്ക് പാസ് ചെയ്യാൻ പോവാണ്. നമ്മളിപ്പോ രാജാവ് ഇങ്ങനെ കൊട്ടാരത്തിൽ വരികയാണെങ്കിൽ രാജാവ് വാഴട്ടെ എന്നൊക്കെ പറയില്ലേ, അതുപോലെ അന്നേക്ക് മൈക്ക് പാസ് ചെയ്ത് നമുക്ക് അന്നേക്ക് വിജയം കൊടുത്താലോ? അതല്ലേ ഒരുപാട് സന്തോഷമുണ്ട്. ഹാപ്പി എല്ലാവരും. അപ്പൊ തിരൂരിൽ വന്നത് ഒരുപാട് ഈ സെക്കൻഡ് ടൈമിലാണ് തിരൂരിൽ വരുന്നത്. അപ്പൊ എത്രത്തോളം സ്റ്റേക്ക് നിങ്ങൾക്ക് കിട്ടുന്നത് അത്രത്തോളം സ്റ്റേക്ക് എനിക്ക് ഇന്നും കിട്ടിയപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. ഇവിടെ വന്നിരിക്കുന്നത് വിവോ X100 സക്സസ് സെലിബ്രേഷൻ ആണ്. അപ്പോ എന്താ എല്ലാവരും വിവോ X100 ഫോൺ എക്സ്പീരിയൻസ് ചെയ്ത് ഞാനും എക്സ്പീരിയൻസ് ചെയ്തു. ഞാൻ നോർമലി വിവോയുടെ വലിയ ഫാനല്ല, പക്ഷേ വിവോ X100 ഫോട്ടോസിന്റെ ക്വാളിറ്റീസ് എടുത്തപ്പോൾ ഞാൻ ഡെഫിനറ്റ് ആയിട്ട് പറഞ്ഞിട്ട് ഞാൻ ഇവിടെ ഒരു ഫോൺ എന്തായാലും വാങ്ങുന്നതാണ്. എനിക്ക് തോന്നുന്നു പ്രൊഫഷണൽ ക്യാമറസിന്റെ ആവശ്യം പോലുമില്ല, അത്രയും ഹൈ ക്വാളിറ്റി ഫോട്ടോസാണ് നിങ്ങൾക്ക് എടുക്കാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും എക്സ്പീരിയൻസ് ചെയ്യുക. എൻ്റെ വീട്ടിലുള്ള കിടു ഫോട്ടോ വിവോ X100 എടുക്കുക, പോസ്റ്റ് ചെയ്യുക, ഇൻസ്റ്റാഗ്രാമിൽ ടാഗ് ചെയ്യുക, ഞാൻ സ്റ്റോറി ആക്കുന്നതായിരിക്കും. താങ്ക് യു.